പിന്നില്ലേ, ഞാൻ ഇന്ന് കുറച്ചു നേരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ പറ്റി പറയാം. എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ അല്ലേ, അതല്ലേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫിക്സഡ് ആയിരിക്കും. സ്റ്റീലിനുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കില്ല കോപ്പറിന്. അപ്പോൾ മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വ്യത്യാസം വരും. പക്ഷേ ഒരു മെറ്റീരിയലിനെ ഏത് ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാലും ഏത് രൂപത്തിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഒരു സ്റ്റീൽ റോഡ് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത് ഇരട്ടിയാക്കിയെന്ന് പറഞ്ഞാലോ ഏരിയ പകുതിയാക്കിയെന്ന് പറഞ്ഞാലോ ഈ പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറുന്നില്ല. അപ്പോൾ PSC നിങ്ങളോട് മാറ്റിയും തിരിച്ചും ചോദിക്കും, ലെങ്ത് മാറ്റി ഏരിയ മാറ്റി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ധ്യാനത്തിന് പോയ ഡേറ്റുകളിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡയമെൻഷൻ അനുസരിച്ച് മാറില്ല. മെറ്റീരിയൽ മാറിയാൽ മാത്രമേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ്.